നേരെ സ്വരം കടുപ്പിച്ച് ഇന്ത്യ. ഒരിറ്റു വെള്ളം പോലും നൽകില്ല എന്ന നിലപാടിൽ തന്നെയാണിപ്പോൾ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്. പാക് അധീന കാശ്മീർ വിട്ടു നൽകുന്ന കാര്യത്തിൽ മാത്രമേ ഇനിയൊരു ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സിന്ധു നദീജലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാട് ഇന്ത്യ കടുപ്പിച്ചതോടെ ഇന്ത്യയുമായി അർത്ഥവത്തായ ചർച്ച വേണമെന്ന അഭിപ്രായവുമായിട്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഫോണിൽ സംസാരിക്കവെയാണ് ഇന്ത്യയുമായി അർത്ഥവത്തായ സംഭാഷണം നടത്താൻ താല്പര്യമുണ്ട് എന്ന് ഷെഹബാസ് ഷെരീഫ് അറിയിച്ചത്. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പോലും ഇന്ത്യയുമായി ഇടഞ്ഞു നിന്ന ഷെഹബാസ് ഷെരീഫ് ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ല. എന്നാൽ പിന്നീട് പലതവണ ഇപ്പോൾ ഇന്ത്യയുമായി അടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അതേസമയം പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നതിനെ പറ്റിയും തീവ്രവാദത്തെ പറ്റിയും മാത്രമേ ഇനി ചർച്ച നടത്തൂ എന്ന സ്വരം ഘടിപ്പിക്കുകയാണ് ഇന്ത്യ. ഒരു കാരണവശാലും പാകിസ്ഥാന് സിന്ധു നദീജലം നൽകുന്ന പ്രശ്നമില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ഇക്കാര്യം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു. സിന്ധു നദീജലം കിട്ടാത്തതിനാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഉൾപ്പെടെയുള്ള കർഷകർ അസ്വസ്ഥരാണ്. അവരുടെ കൃഷിക്ക് ആവശ്യമായ ജലം കിട്ടാത്തതിനാൽ ഇതൊരു കാർഷിക കലാപമായി തന്നെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ രൂപപ്പെട്ടേക്കുമെന്ന സ്ഥിതി സംജാതമായി വരികയാണ്. വെള്ളത്തിന്റെ ആവശ്യകത ഏറ്റവും കൂടുതലായി വരുന്നത് ഈ സമയത്ത് തന്നെയാണ്. കർഷകർക്ക് വെള്ളം കിട്ടാതെ വരുന്നതോടെ ഇതവരുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നതിലും സംശയമില്ല. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ പാക് ജനത അനുഭവിക്കുമ്പോഴും പാകിസ്ഥാന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യ നശിപ്പിച്ച ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യ തകർത്ത ഭീകര താവളങ്ങൾ സർക്കാർ ചിലവിൽ പുനർനിർമ്മിക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരുക്കം നടത്തുന്നത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിനെയും തകർത്ത ഭീകര താവളങ്ങൾ പുനർനിർമ്മിക്കാൻ സർക്കാരിന്റെ പിന്തുണയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാര ഏജൻസിയായ ISIയുടെയും ഏകോപിത ശ്രമങ്ങൾ നടക്കുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. രഹസ്യ അന്വേഷണ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ നിയന്ത്രണ രേഖയിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ ചെറിയ ഹെട്രിക് ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നതാണ്. ലഷ്കർ-ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യൻ സൈനികർ നശിപ്പിച്ചിരുന്നു. ലുണി, അതുപോലെ തന്നെ ടിപ്പു പോസ്റ്റ്, ജാമിൽ പോസ്റ്റ്, ഇമ്രാൻ വാലി, ഛോട്ടാ ചാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ മുൻപ് നശിപ്പിക്കപ്പെട്ട ഭീകര ക്യാമ്പുകൾ പുനർനിർമ്മിക്കുകയാണ് എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തെർമൽ റഡാർ, സാറ്റലൈറ്റ് സിഗ്നലുകൾ മറയ്ക്കുന്നതിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണം നടക്കുന്നത്. കെൽ, സർദി, ദുനിയാൽ, അതുപോലെ ജുറ, ലിബ് എന്നീ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പുതിയ ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഡ്രോണുകളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്നും മാറി അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ദുർഘടമായ ഭൂപ്രകൃതിയും ഇടതൂർന്ന വനപ്രദേശവുമാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. വലിയ ഭീകര പരിശീലന ക്യാമ്പുകളെ ചെറിയ യൂണിറ്റുകളാക്കി വിഭജിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായാൽ ഒരു സ്ഥലത്ത് വലിയ തോതിൽ ഭീകരർ തമ്പടിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. അടുത്തിടെ ബഹൽപൂരിൽ ജെയ്ഷെ, അതുപോലെ ലഷ്കർ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, TRF തുടങ്ങിയ മുതിർന്ന കമാൻഡർമാരും ISI ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഒരു യോഗം നടന്നതായ റിപ്പോർട്ടുകളും പുറത്തുണ്ട്. മാത്രമല്ല, ഇതിൽ ഭീകര ക്യാമ്പുകൾ പുനർനിർമ്മിക്കാനുള്ള നിയന്ത്രണ തീരുമാനങ്ങൾ കൈക്കൊണ്ടതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.